ഹലോ ഫ്രണ്ട്സ്, ലൈവ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഐക്യയിലേക്കാണ് കേട്ടോ. ഐക്യ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു പോകണമെന്ന്. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. ചുമ്മാ കാണിച്ചതാണ്. അപ്പോൾ ഐക്യയിൽ കുറേ നാളായി നമ്മൾ പോകണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ജിനുവേട്ടന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വെക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ബസ്സിലാണ് യാത്ര. അപ്പോൾ ആദ്യം കയറിയ ബസ് ആക്ച്വലി അങ്ങോട്ടുള്ളതല്ലായിരുന്നു. നമ്മൾ ചുറ്റി വളഞ്ഞ് ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ച് വന്ന് നിന്നു. അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഒരു അരമണിക്കൂർ അങ്ങനെ വെറുതെ പോയി. ഫൈനലി ശരിയായ ബസ്സൊക്കെ പിടിച്ച് നമ്മൾ ഐക്യ എത്തിയേക്കാണ്. ഇവിടുത്തെ ഐക്യ ഒരു മാളിലാണ് കേട്ടോ. നമ്മൾ മുംബൈയിൽ ഒരു പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മാളിലാണ്. ഇതിപ്പോൾ മാളിലാണ്. ഇവിടെ 2-3 ഐക്യ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള ഷോറൂമിലോട്ടാണല്ലോ നമ്മൾ പോയത്. അങ്ങനെ നമ്മളവിടെ ചെന്നു. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഫുഡ് അടിക്കലാണ്. നമ്മൾ ഉച്ച സമയത്താണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുന്ന പോലെ നമുക്ക് ഫുഡ് എടുക്കാം, ലാസ്റ്റ് ബില്ല് ചെയ്യാം, അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ടൈപ്പ് ഓഫ് ഫുഡൊന്നും ആയിരിക്കില്ല. ആ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നമുക്ക് വേണ്ട ട്രേ ഒക്കെ എടുത്തിട്ട് നമുക്ക് ക്യൂ നിൽക്കാം. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അതായത് ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 ടൈമൊക്കെ ആയി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ ഫുഡും ഉണ്ടാവും. അതായത് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഫുഡ്, സാലഡ്, ഡെസേർട്ട്, അങ്ങനെ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ മീറ്റ് ബോൾസ്, മറ്റേ ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ് ചിക്കൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് എടുത്തു. വേറെ ചീസ് കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്ന് നമ്മൾ വീണ്ടും എടുത്തിട്ട്, ഇത് ആദ്യത്തെ ഇതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന് നമ്മൾ വീണ്ടും വേറെ ഫുഡൊക്കെ വാങ്ങി വീണ്ടും കഴിച്ചു. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ഇതാണ്. ആദ്യം നിന്ന ക്യൂവിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് മെയിൻ ഡിഷ് ഓർഡർ ചെയ്യുക. മെയിൻ ഡിഷ് അവർ നമുക്ക് എടുത്തു തരും. നമ്മൾ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് എടുത്തു തരും. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് റൈസും പിന്നെ അതിനോടൊപ്പം വെജ് ബോളും ആയിരുന്നു. നമ്മൾ പിന്നീട് മീറ്റ് ബോൾസും ഓർഡർ ചെയ്തു. നല്ലതായിരുന്നു കേട്ടോ. സ്മാഷ്ഡ് പൊട്ടറ്റോമൊക്കെ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തു. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സാൽമൺ ഫ്രൈ, ചിക്കൻ്റെ കുറേ ഐറ്റംസ്, പിന്നെ അങ്ങനെ വെജ് ഓപ്ഷൻസ് കുറവാണ്. ഈ വെജ് ബോളും റൈസൊക്കെ മാത്രമേ ഉള്ളൂ. കൂടുതലും നോൺ വെജ് ഐറ്റംസാണുള്ളത്. പിന്നെ നമ്മളൊരു ഗാർലിക് ബ്രെഡും ഒക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സോസോ അങ്ങനത്തെ എന്തെങ്കിലും ബട്ടർ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് എക്സ്ട്രാ എടുക്കാം. പിന്നെ എല്ലാം കൂടി എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന് ബില്ല് ചെയ്യേണ്ടത്. ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. അത്യാവശ്യം നമുക്കൊരു ആ ഒരു നല്ലൊരു മീൽ കഴിക്കാവുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന് ബില്ല് ചെയ്യേണ്ടത്. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല ഡൈനിങ് ഏരിയാസ് ഉണ്ട്. നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള നല്ല ഡൈനിങ് ഏരിയാസ് ഉണ്ട്. അപ്പം നമ്മൾ സ്പൂണും ഇതൊക്കെ എടുത്തിട്ട് വന്നിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഞാൻ ആകെ ഒരു വട്ടമാണ് ഇതിന് മുൻപ് ഐക്യയെ പോയിട്ടുള്ളൂ, മുംബൈയിൽ പോയപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇഷ്ടമായി. ആ ഒരു ഇതിലാണ് ഇവിടെ നിന്നും വാങ്ങിയത്. അതുകൊണ്ട് ഫുഡ് നല്ലതാണോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു. അതാണ് ആദ്യം കുറച്ച് വാങ്ങിയത്. പിന്നീട് രണ്ടാമത് പോയാണ് വീണ്ടും വാങ്ങിയത്. അപ്പോൾ ഇത് നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടമായി. റൈസൊക്കെ ആണെങ്കിൽ ഭയങ്കര എരിവ് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പെപ്പറൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇടാം, അല്ലാണ്ട് എരിവ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാനായിട്ട് നല്ലതായിരുന്നു. വേറൊരു ടേസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ രണ്ടാമതും പോയി ഫുഡൊക്കെ എടുത്തിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ കറങ്ങാൻ വേണ്ടി ഐക്യയിൽ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഒന്നും വാങ്ങാനൊന്നുമല്ല കേട്ടോ പോയത്. ജിനുവേട്ടന് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ അപ്പോൾ വീഡിയോയും എടുത്താണ്. അങ്ങനെ ഇവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഐക്യ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പണിയാൻ ആഗ്രഹിക്കുന്നതല്ല, വീട് പുതുതായിട്ട് വെക്കുന്ന ആൾക്കാർക്കൊക്കെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരാണ്. നമുക്കിപ്പോൾ സിവിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനെയൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഈ കളർ കോമ്പിനേഷൻ കൊള്ളാലോ, ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് കൊള്ളാലോ, അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെയുള്ളവർ വരുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. മീൻസ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ കുറേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതനുസരിച്ച് ചെയ്യാനായിരിക്കും ആഗ്രഹം. അല്ലാതെ ഇങ്ങനെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാൽ നല്ല ഭംഗിക്കൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, വീട് പണിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വരുമ്പോൾ ഇവരിങ്ങനെ കുറേ അറേഞ്ച്ഡ് ചെയ്തിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം സെറ്റപ്പ്, ലിവിങ് റൂം ആണെങ്കിൽ ലിവിങ് റൂമിൻ്റെ ഒരു സെറ്റപ്പ്, ബാത്റൂംസ് ഒക്കെ ഇങ്ങനെ ഫുൾ ഒരു വീട് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കുറേ ബെഡ്റൂംസ്, കുറേ ബാത്റൂംസ്, കുറേ ലിവിങ് ഏരിയാസ്, കുറേ കിച്ചൺ സെറ്റപ്പുകൾ, അങ്ങനെ അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു മോഡേൺ ഇതിൽ വേണ്ട ട്രെൻഡ് അനുസരിച്ച് അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തേക്കൊരു ഐഡിയ കിട്ടും. നല്ല ഭംഗിയായിരിക്കും. ഞാൻ കൂടുതൽ ഫോട്ടോഷൂട്ട്
ഫോട്ടോഷൂട്ട് തന്നെയാണ് ചെയ്തത്. നല്ലൊരു സ്പോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, അതായിരുന്നു എൻ്റെ മെയിൻ. ജുനുവേട്ടൻ കാര്യമായിട്ട് ഓരോന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും വാങ്ങിയൊന്നുമില്ല. ചുമ്മാ എല്ലാവരും പല ടൈപ്പ് സെറ്റീസ്, ലൈറ്റുകൾ, ഫ്രിഡ്ജ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവരും, അതായത് ഫോട്ടോ ഫ്രെയിംസ് വരെ അവിടെ ഉണ്ട്. ഫോട്ടോ ഫ്രെയിംസ് മാത്രമല്ല, സീനറീസ്, അങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്ത സീനറീസ് എല്ലാവരും, ടേബിള്, അങ്ങനെ എല്ലാവരും. ഒരു വീട്ടിലോട്ട് എന്താ വേണം, പൈപ്പ്, എല്ലാ സംഭവങ്ങളും, സ്വിച്ച് ബോർഡ് വരെയും ഉണ്ട്. പല ടൈപ്പുള്ള സ്വിച്ച് ബോർഡ്, ഓവൻ, OTG ഗ്രില്ല്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും ഇവിടെ. നമുക്കെല്ലാം പർച്ചേസ് ചെയ്യാം. അതല്ലാണ്ട് തന്നെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്തും ചെയ്യാം. നമുക്കിപ്പോൾ ഈ കളർ പറ്റില്ലെങ്കിൽ ഈ ഡിസൈൻ ഇങ്ങനെ ആക്കണം, അങ്ങനെ എന്തെങ്കിലും സാധനം, ടേബിൾ കാര്യങ്ങളൊക്കെ നമ്മുടെ വേണ്ട രീതിയിൽ വെച്ച് നമുക്ക് കസ്റ്റമൈസും ചെയ്യാം. അപ്പോൾ അത് ഓർഡർ അനുസരിച്ച് സമയം എടുക്കും എന്നുള്ളൂ വരാനായിട്ട്. ബാക്കി എല്ലാവരും ബെഡും കട്ടിലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. എനിക്കൊന്നും ഇന്ത്യയിൽ ആകെ മുംബൈയിലും പിന്നെ ഇപ്പോൾ ബാംഗ്ലൂരും ഉണ്ടെന്ന് തോന്നുന്നു IKEA. എനിക്കറിയില്ല, ഇവിടെ രണ്ടിടത്തുമാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് തോന്നുന്നു. വന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് താല്പര്യമുള്ളതൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ജിനുവേട്ടൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. അതിൻ്റെ തന്നെ നന്നായിട്ട് ബോറടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നത്. പക്ഷെ എന്നിട്ട് പോലും കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കാരണം കുറേയൊക്കെ റിപ്പീറ്റേഷനായിട്ട് തോന്നും. ഒരു റൂം കഴിഞ്ഞ് വേറെ പോകുമ്പോൾ വേറെ റൂം. പക്ഷെ അതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളവർക്കൊക്കെയാണ് അത് ഭയങ്കര ഇഷ്ടമാവുന്നത്. ഈ ചെയർ കണ്ടു, ഇത് IKEAയുടെ ഒരു മാസ്റ്റർ ചെയറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെ യെല്ലോ ഒക്കെ പല ടൈപ്പ് എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. അങ്ങനെ നോക്കി നടന്നു. പിന്നെ പല ടൈപ്പുള്ള ഫ്ലവർ വേസുകൾ ഒക്കെ ഉണ്ട്. ഫ്ലവർ വേസ് തന്നെ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കാര്യങ്ങൾ, ഡെക്കറേഷൻ വെക്കുന്ന സംഭവങ്ങൾ ഒക്കെ, ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാനും. പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വുഡിൻ്റെ, ഗ്ലാസിൻ്റെ എല്ലാ സംഭവങ്ങളും, ഇന്ന് ഷൂറാക്ക് വരെയും ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഇതൊക്കെ കണ്ടോ, ചൂട് പാത്രങ്ങളൊക്കെ വെക്കുന്ന ഇത്, അങ്ങനെ എല്ലാവരും. പിന്നെ നമുക്ക് കുറേ കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ പാത്രങ്ങളുടെയും കിച്ചണും എല്ലാവരും ഇങ്ങനെ നല്ലൊരു കളർ കോമ്പിനേഷൻസ് ഒക്കെ കിട്ടും. നമ്മളിപ്പോൾ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ പെയിൻറ്റ് അടിക്കാം, അല്ലെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ പെയിൻറ്റ് അടിക്കാം. അങ്ങനെയൊക്കെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ഒക്കെ ഇവർ ട്രൈ ചെയ്ത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ പാത്രങ്ങളും ഒക്കെ ആണെങ്കിലും പല ഡിഫറെൻറ്റ് ടൈപ്സ്, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പാത്രങ്ങളും, കർട്ടൻ. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കർട്ടൻ, ഇത് പേപ്പർ പോലെ ഇരിക്കും, പക്ഷേ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും വേണ്ട. നമ്മൾ വെറുതെ ചുമ്മാ പൊക്കി കൊടുക്കുമ്പോൾ ഇത് ചുരുണ്ട് പോവാം. അങ്ങനത്തെ ഒരു കർട്ടൻ. അങ്ങനെ നമ്മളധികം യൂഷ്വലി കാണാത്ത കുറേ ടൈപ്പ് സംഭവങ്ങളെ കാണാം. അവിടെ ഗ്യാസ് സ്റ്റൗ, ഇത് തന്നെ ഇപ്പോൾ എല്ലാം ഇലക്ട്രിക്കിൻ്റെയും അല്ലാത്തയും എല്ലാം ഗ്യാസ് സ്റ്റൗവ്, പല ടൈപ്പ് ഓവൻസ്, OTG ഗ്രില്ല്, ഫ്രിഡ്ജ് തന്നെ പല ടൈപ്പ്, ഡബിൾ ഡോർ, ഇങ്ങനത്തെ അങ്ങനെ എല്ലാവരും ഉണ്ട്. കണ്ട് നടക്കാൻ നല്ല രസമാണ് ആക്ച്വലി. ഇപ്പോൾ വീഡിയോ തന്നെ കാണുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. ഞാൻ അതിൽ കൂടെ പോയിട്ട് പോലും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. പിന്നെ ജിനുവേട്ടന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വർക്കിംഗ് ടേബിളാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോരുന്നുണ്ടായില്ല, അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനത്തെ വർക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. കാരണം ഇത് നിന്നും ഇരുന്നൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് പൊക്കുകയും താഴ്ത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വാങ്ങണം എന്നൊക്കെ കുറേ നാളായിട്ട് പണ്ട് തുടങ്ങി പറയുന്നുണ്ട്. ഇപ്പോഴും വാങ്ങിയില്ല. നമ്മളൊരു സ്ഥലത്ത് സെറ്റിൽ ആവാത്തതുകൊണ്ട് ഇതൊന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് വേറെ വർക്കിംഗ് ടേബിളിലോട്ട് പോവുകയാണ്. പല മോഡലും പല ടൈപ്പ് ഇതുണ്ട്. ശരിക്കും ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരി ടൈം നമ്മൾ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം നിന്നിട്ട് ചെയ്യാം. അതിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെയൊക്കെ ടേബിള്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെയും നമ്മൾ വന്ന് കുറേ ലൈറ്റിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിട്ട്, പല ഫാൻസി ലൈറ്റുകളൊക്കെ ഇല്ല, അങ്ങനത്തെ പല ലൈറ്റുകൾ, പിന്നെ വാർഡ്രോബ്സ്, അലമാര, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോറടിച്ചിട്ടു. പിന്നെ ഇങ്ങനത്തെ ടോയ്സ് കാര്യങ്ങൾ, സോഫ്റ്റ് ടോയ്സ് കാര്യം നമ്മളൊന്നും വാങ്ങിയില്ല. ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നാട്ടിലോട്ടൊക്കെ ഇതൊക്കെ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല പെട്ടിയിൽ ഇതൊക്കെ കൊണ്ടുവരാനായിട്ട്. നമ്മുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ ടൈപ്പ് പാവകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ഓൾമോസ്റ്റ് ഇതൊക്കെയായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ചുമ്മാ IKEA പോയപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെ ആർക്കെങ്കിലും കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ കുറേ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ട് നടക്കാനുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 hour 2 hour നമുക്ക് കണ്ട് നടക്കാനുണ്ടായിരുന്നു. വീട്ടിലെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ ടൈപ്പ് പാത്രങ്ങൾ, കത്തി, കത്രിക, അങ്ങനെ എല്ലാവരും ചെറുതും വലുത്, ഗ്ലാസ്, ബൗൾസ്, സകല പാത്രങ്ങളും ഉണ്ട്. ലൈറ്റുകൾ എങ്ങനത്തെ വേണം എല്ലാ സംഭവങ്ങളും ഉണ്ട്.
അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇവരുടെ ഗോഡൗണൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല. കുറച്ചൊക്കെ കണ്ട് ലാസ്റ്റ് ഞാൻ നിർത്തി. കാണുന്നവർക്കും ബോറടിക്കുമല്ലോ എന്ന് ഓർത്ത് നിർത്തി. പല ടൈപ്പ് ലൈറ്റുകളും ഇതൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ വീടൊക്കെ വെക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീടൊക്കെ റിനോവേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഐക്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഐഡിയ ഒക്കെ കിട്ടും. അത്രേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, വെറുതെ ഇവിടുത്തെ ഐക്യ കണ്ടപ്പോൾ ചുമ്മാ ഷൂട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ബൈ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.